Hi friends, welcome to the new episode. I am TC Vijayan, life coach. What is wife? വൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? WIFE അല്ലെങ്കിൽ ഭാര്യ, WIFE എന്താണ് അറിയാമോ? പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈഫ് ഈസ് എ ബണ്ടിൽ ഓഫ് സോഷ്യൽ മീഡിയ. അതെന്താണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ സംശയം തോന്നിയിട്ടുണ്ടാവും. അതായത് വൈഫിൻ്റെ ഫുൾ ഫോം എന്താണ്? WIFE. W സ്റ്റാൻഡ്സ് ഫോർ വാട്സപ്പ്, I സ്റ്റാൻഡ്സ് ഫോർ ഇൻസ്റ്റാഗ്രാം, F സ്റ്റാൻഡ്സ് ഫോർ ഫേസ്ബുക്ക് ആൻഡ് E സ്റ്റാൻഡ്സ് ഫോർ ഇമെയിൽ. അതാണ് WIFE. ഇത്രയും സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ എന്തിനൊരു ഭാര്യ എന്നുള്ള ഇത് വരും. ഇത്രയും സോഷ്യൽ മീഡിയ നമുക്ക് ഒരുമിച്ച് ഒരു മൊബൈൽ കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും മൊബൈൽ ഫോണിലും ഉറക്കത്തിലും എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്. അതിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ മുഴുവൻ കിട്ടും. അതാണ് യഥാർത്ഥ വൈഫ് എന്നാണ് പലരുടെയും ചിന്ത ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ. അതായത് പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലായിരുന്നു. അന്ന് മെസ്സേജുകളും റീൽസും ചാറ്റുമൊക്കെ നടന്നിരുന്നത് ത്രൂ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആയിരുന്നു. ഇപ്പോൾ അത് കാലം മാറി അതെല്ലാം മൊബൈൽ കൂടിയായപ്പോൾ വൈഫും ഹസ്ബൻഡുമായിട്ടുള്ള ചാറ്റും വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം സ്റ്റോപ്പായി. എല്ലാവരും സെപ്പറേറ്റ് പോയിരുന്ന് മൊബൈൽ നോക്കി വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ വൈഫ് എന്ത് ചെയ്തു? അവരും ഇതുപോലെ തന്നെ മൊബൈൽ എടുത്തിട്ട് വാട്സപ്പും ഇതും ചാറ്റ് ചെയ്യാനും റീൽസ് കാണാനും തുടങ്ങി. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ കുടുംബത്തിൽ വളരെ 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 പ്രശ്നങ്ങളുണ്ടാകുന്നത്. പലരും വിചാരിച്ചു പോയി വൈഫ് എന്ന് പറഞ്ഞാൽ ഓൺലി ഫോർ സോഷ്യൽ മീഡിയ വർക്ക് എന്നുള്ളത്. അവരുടെ ഇമോഷണൽ, അവരുടെ റിക്വയർമെൻറ്റ്, ഇമോഷണൽ ഫീലിങ്സ്, സെക്യൂരിറ്റി, സേഫ്റ്റി ഇതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ല. എല്ലാവർക്കും ലേറ്റസ്റ്റ് റീൽസ് കാണണം, ചാറ്റ് ചെയ്യണം. അപ്പോൾ സ്വന്തം വൈഫിനെ, സ്വന്തം ഭാര്യയെ മറന്നു പോകുന്നു. ഇങ്ങനെ വെറുതെ എന്തിനൊരു ഭാര്യ എന്നുള്ളൊരു ചിന്താഗതി വന്നു പോയിട്ട് ഒന്ന് പോകുന്നു. ഇത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത് WIFE എന്ന് പറഞ്ഞാൽ ബണ്ടിൽ ഓഫ് സോഷ്യൽ മീഡിയ അല്ല. അത് വെറുതെ ആണെന്ന് നിങ്ങൾക്കൊരു തമാശയായിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് സോഷ്യൽ മീഡിയ ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതനുസരിച്ചിട്ട് പെരുമാറണം, ജീവിക്കണം. ജീവിതം നല്ലതുപോലെ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം കുറച്ച് കാലം മാത്രമേ കിട്ടുകയുള്ളൂ. എന്നും കിട്ടുമെന്ന് വരില്ല. അതുകൊണ്ട് ഉള്ള സമയത്ത് സന്തോഷത്തോടെ സൗകര്യത്തോടെ സുഖമായി ജീവിക്കുക. സോഷ്യൽ മീഡിയ വേണ്ടെന്ന് പറയുന്നില്ല. അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കുക. ഇത് ഷുഡ് ബി സം ലിമിറ്റ്. ലിമിറ്റ് വെച്ചാൽ ഒന്നും മോശമല്ല. അതിന് മാത്രം വീണു പോയിട്ടുള്ളവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.